നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഏതൊരു ഹാബിറ്റ് കാരണമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യണം നാളെ ചെയ്യണം അങ്ങനെയുള്ള പ്ലാൻ അല്ല, നിങ്ങളുടെ ലോങ് ടേം പ്ലാനുകൾ. എനിക്ക് ഈ ഒരു ജോലി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സ്ഥലത്ത് സെറ്റിൽ ആവണം, അങ്ങനെ നിങ്ങളുടെ വലിയ വലിയ പ്ലാനുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാതെ വരുന്നത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് കാരണമാണ്. അതെന്താണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും വലിയൊരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചാൽ എന്റെ ലൈഫ് ഏതെല്ലാം രീതിയിൽ ചേഞ്ച് ആവും, എന്റെ ലൈഫ് അങ്ങനെ ചേഞ്ച് ആവുമ്പോൾ ഞാൻ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടാവും, എന്റെ ഇപ്പോഴത്തെ ലൈഫ് ചിലപ്പോൾ പ്രശ്നമുള്ളതായിരിക്കാം, പ്രശ്നം ഇല്ലാത്തതായിരിക്കാം, പക്ഷെ അതിലുള്ളത് ഒരു നോൺ ഡെവിൾ ആണല്ലേ. ഇതിലെ പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം, പോരായ്മകളും നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു വലിയ മാറ്റം വരുത്തിയാൽ അതിലുള്ള പുതിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ നല്ലത് ചീത്ത ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഒരു അൺസർട്ടനിറ്റി ആണ്, എന്താണെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ. ആ അൺസർട്ടനിറ്റിയെ നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡിയല്ല. പറയാറില്ലേ, നോൺ ഡെവിൾ ആണ് ബെറ്റർ എന്നുള്ളത് പോലെ. ഇപ്പോൾ ഉള്ള കാര്യം പ്രശ്നമാണെങ്കിലും നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ റെഡിയാണ്. കാരണം അറിയില്ലല്ലോ എന്താണ് ഇനി വരാൻ കിടക്കുന്നതെന്ന്. അൺസർട്ടൺ ആയിട്ടുള്ള ആ ഇവന്റിന് അത് ചെറിയ എന്തെങ്കിലും മാറ്റാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ഒരിക്കലും നമ്മളുടെ ആ ഒരു അഫിനിറ്റി വിട്ടിട്ട്, ആ ഒരു സേഫ് സോൺ വിട്ടിട്ട് ആ അൺസർട്ടനിറ്റിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ റെഡിയല്ല. ആ ഒരു ശീലം നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫിലെ വലിയ വലിയ ചേഞ്ചസ് ഒന്നും തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാത്തത്. നിങ്ങൾക്ക് കുറെ പ്ലാനുകൾ ഉണ്ടാവും, നിങ്ങൾക്കറിയാം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റെപ്പ് എടുത്താൽ മതി, പക്ഷെ എന്ത് വന്നാലും നിങ്ങൾ അത് ചെയ്യില്ല. നിങ്ങൾ അതിനു വേണ്ടി ഞാൻ കുറെ ആലോചിക്കാം, അല്ലെങ്കിൽ ഒരു 10 ആളോട് ചോദിക്കാം, എല്ലാവരുടെ അഭിപ്രായം എന്താണ്, ഞാൻ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എല്ലാവരും പറയണ നീ ശരിയാണ്. എന്നാലും ഒരു വലിയൊരു മാറ്റം നമ്മളുടെ ഇന്നത്തെ സർക്കംസ്റ്റൻസിൽ നിന്ന് നമ്മളുടെ ലൈഫിനെ വളരെ രീതിയിൽ മാറ്റുകയാണെങ്കിൽ നമ്മൾക്കത് അൺകംഫർട്ടബിൾ ആണ്. ആ പുതിയ സിറ്റുവേഷനിൽ വരുന്ന അൺസർട്ടനിറ്റി അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല. റെഡിയല്ലാന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അതിന് ചെറിയ ചെറിയ കുറെ കാരണങ്ങൾ പറയും. ഈ ഒരു കാര്യം കൂടി ശരിയായിട്ട് വേണം എനിക്കൊരു ചേഞ്ച് വരുത്താൻ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സംഭവം റെഡി ആവാൻ വേണ്ടി മാത്രം ഞാൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. ഈ അൺസർട്ടനിറ്റിയെ, ഈ അൺനോണിനെ ഫേസ് ചെയ്യാനുള്ള ഭയം, അത് കാരണം നമ്മൾ തന്നെ മെനഞ്ഞെടുക്കുന്ന ഒരു റീസൺസ് ആണ് ഈ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ, പുതിയത് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ അറിയുന്ന ഒന്നും അല്ലാതെ ഒരു പുതിയ സംഭവം എന്നാണല്ലോ അതിന്റെ അർത്ഥം. പുതിയത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്തായാലും അതും പഴയതുമായിട്ട് ഒരു റിലേഷനും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അൺനോൺ അല്ലെങ്കിൽ പുതുമയെ വെൽക്കം ചെയ്യാൻ റെഡി അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക? നമ്മൾക്ക് പുതുമ എന്ന് പറയുന്നതിനെ പേടിയാണ്. പുതുമ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് വേർഡാണ്. പക്ഷെ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യുക അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അൺനോൺ, ആ ഒരു ഭയത്തിനോടാണ് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് പുതിയൊരു കാര്യത്തിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ പുതിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അതിന് റെസിസ്റ്റൻസ് ഇടുന്നത്, നമ്മളാണ് ഒരു തട വെക്കുന്നത്. ഒന്നും നടക്കാതിരിക്കാൻ നമ്മൾ തന്നെ സബ് കോൺഷ്യസ്ലി എന്തെന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്ന ഒരു എക്സാമ്പിൾ അല്ലെ ഈ ഒരു ശീലം കാരണം ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവ് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എന്തോ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നതിനപ്പുറം നിങ്ങൾക്ക് ഈ ഒരു ശീലം കാരണം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ പുതിയതൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ വലിയ എന്തെന്തോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ലൈഫ് അങ്ങനെ നടന്നു പോവല്ലേ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല, നമ്മൾ സേഫ് ആയിട്ട് ജീവിച്ചു പോയാലും മതി. പക്ഷെ നമ്മൾ ഈ അൺസർട്ടനിറ്റിയെ പേടിക്കുന്നത് കൊണ്ട്, ഈ അൺനോൺ എന്താന്നുള്ളതിനെ വളരെ പേടിക്കുന്നത് കൊണ്ട് നമ്മളുടെ ലൈഫിൽ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ആവട്ടെ, ചിലപ്പോൾ ചില ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാവട്ടെ, അത് നിങ്ങൾക്കറിയാം ഇത് എനിക്ക് പറ്റുന്ന കാര്യമല്ല, ഇതെനിക്ക് ഒരു രീതിയിലും ചേർന്ന് പോകുന്നില്ല, യോജിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇതെന്നെ വളരെയധികം ബോധർ ചെയ്യുന്നു, ഞാൻ ഇത് കാരണം ഒരു രോഗിയാവാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നും സ്ട്രെസ് ഉണ്ട്, മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ് ഞാൻ എന്നും ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളപ്പോ എന്താണ് ആലോചിക്കുക, എന്റെ നോർമൽസി എന്ന് പറയുന്നത് ഈ പ്രശ്നമുള്ള സിറ്റുവേഷൻ ആണ്. അതിൽ നിന്ന് ഞാൻ പുറത്തു വന്നാൽ ഇനി എങ്ങനെയാണ് വേൾഡ് എന്നെ സ്വീകരിക്കുക, അല്ലെങ്കിൽ എനിക്ക് തന്നെ എങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. അതൊരു അൺസർട്ടൺ ടെറിട്ടറി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രശ്നം എന്തെങ്കിലും ആവട്ടെ, ആ പ്രശ്നം അതിനെ നമ്മൾ മാക്സിമം വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. കാരണം എന്താ, ഇതിനൊരു തീർപ്പാക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്യണമെന്നോ. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഞാനൊന്ന് ഉറങ്ങിത്തീർന്ന് എണീക്കുമ്പോഴേക്കും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അലിഞ്ഞു പോയിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെയുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ ജീവിക്കുകയല്ലാതെ നമുക്ക് ആ ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യാൻ പേടിയാണ്. ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ വരുന്ന റിസൾട്ട് നമുക്ക് തന്നെ സബ് കോൺഷ്യസ്ലി അറിയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി പോകേണ്ടി വരാം. ഒരു വ്യക്തിയോ ഒരു സിറ്റുവേഷനോ ആണെങ്കിൽ അത് നമ്മൾ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരാം. പക്ഷെ അതെന്ത് അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ. അതിന്റെ അപ്പുറം എന്താണെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാ, എന്റെ ലൈഫ് എങ്ങനെയായിരിക്കും,
അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ചെയ്താൽ അതിനുശേഷം ഞാൻ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യും, ആൾക്കാരെന്ത് പറയും, ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ ഒരു അൺസർട്ടനിറ്റിയെ പേടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ പ്രശ്നം എന്താണോ അതും കെട്ടിപ്പിടിച്ച് അങ്ങനെ ലൈഫ്, ഈ നോർമൽസി, ഈ ഒരു നോൺ ഡെവിൾ ആണ് എനിക്ക് സന്തോഷം തരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു പോവല്ലേ. നമ്മൾ അൺസർട്ടനിറ്റിയെ വെൽക്കം ചെയ്യണം എന്നല്ല, പക്ഷെ നമ്മൾ അൺസർട്ടനിറ്റിയെ വളരെയധികം പേടിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഈ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രശ്നങ്ങൾ നമ്മൾ നമ്മളുടെ ഒരു നോർമൽസി ആയിട്ട് വെക്കും. അതായത് ഈ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയോ വന്നു, ഇനിയിപ്പോ ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് പുറത്ത് വന്നാൽ ആ ഒരു ചേഞ്ച് അത് ഞാൻ ഇങ്ങനെ ഡീൽ ചെയ്യും, എന്റെ ലൈഫ് എങ്ങനെയായിട്ട് മാറും. ഇനി ഇത് പ്രാക്ടിക്കലി നമ്മൾക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴിയിലൂടെ നമ്മളുടെ ഈ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറേശ്ശെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ എന്താണ് വേഴ്സ്റ്റ് കേസ് സംഭവിക്കുക, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, നിങ്ങൾ ഇത് ചെയ്തു, അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേഴ്സ്റ്റ് കേസ് സംഭവിക്കുക, ഇന്ന 1, 2, 3 കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് നോക്കുക. ഈ 3 വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ നടന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു എസ്കേപ്പ് പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഇതിനെ മറികടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വെറി കുറയും. അതായത് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഈ വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ നിങ്ങളുടെ തലയിൽ എത്രയാണോ വലുത് അത്രയും വലിയൊരു വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻ ആവണമെന്നില്ല. നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഈ വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷനിലൊക്കെ തന്നെ ഇങ്ങനെ വന്നാൽ എനിക്കിത് ചെയ്യാം, എന്റെ ലൈഫ് ഇങ്ങനെ തുടരുന്നതിലും ഭേദം ഈ വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷനെ ഫേസ് ചെയ്താലും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അൺസർട്ടനിറ്റിയെ പേടിക്കാതെ മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യുക. ഇനി വേറൊരു സംശയം എന്താന്ന് വെച്ചാൽ പലരും ഈ അൺസർട്ടനിറ്റിയെ ക്ലാരിറ്റി ആയിട്ട് കൺഫ്യൂസ് ചെയ്യും. അതായത് അൺസർട്ടനിറ്റി എന്ന് പറയുന്നതല്ലേ, അതായത് ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുക. ക്ലാരിറ്റിയും അൺസർട്ടനിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതിനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് നിങ്ങൾ ക്ലാരിറ്റി ലാക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ഇല്ലാത്ത ഒരു സംഭവം നിങ്ങൾക്ക് ആലോചിച്ചെടുത്ത് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അതല്ല ലാക്ക് ഓഫ് ക്ലാരിറ്റി. ലാക്ക് ഓഫ് ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിലുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണോ പെട്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല, ബാക്കി പലർക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. അതാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി. എന്നാൽ അൺസർട്ടനിറ്റി ആവട്ടെ, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള നമ്മളുടെ കുറെ ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഇല്ലാത്തൊരു കാര്യത്തിൽ ക്ലാരിറ്റി കണ്ടെത്താൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക? അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അൺസർട്ടനിറ്റിയും ക്ലാരിറ്റിയും തമ്മിൽ നിങ്ങൾ മിക്സ് ചെയ്യരുത്. രണ്ട് കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം തെറ്റാണ്, അല്ലെങ്കിൽ ഇത് എന്റെ ലൈഫിൽ നടക്കാൻ പാടില്ലാത്തൊരു ഇവന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ശരി എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം ഒരു ഉത്തരമില്ലെങ്കിലും എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പൊ അൺസർട്ടൺ ആയിട്ടുള്ള ഇവന്റ് ഈ നിങ്ങളുടെ വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷനേക്കാളും വേഴ്സ്റ്റ് അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഇവന്റ് ഡ്രോപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതോ നിങ്ങൾക്ക് നല്ലതല്ലേ വരുള്ളൂ. അപ്പൊ നമ്മൾ ഈ അൺസർട്ടൺ പാത്തിലേക്ക് അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റിയിൽ കുറച്ചു നേരം തുടരാൻ നമ്മളെ തന്നെ കുറച്ച് ശീലിപ്പിക്കണം. അതിന് ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നമ്മൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലേ ചില കാര്യങ്ങൾ. നിങ്ങളുടെ ഫോൺ ബെല്ലടിച്ചാൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നാൽ ആരാണ് അയച്ചത്, എന്താണ് അയച്ചത് അപ്പം തന്നെ അറിയണം. നിങ്ങളുടെ ഫോൺ ബി.പി ആണ്, എന്തെങ്കിലും മെസ്സേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ എന്താ. ആ രീതിയിലൊക്കെ കുറച്ച് ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതായത് നിങ്ങളുടെ ക്യൂരിയോസിറ്റിയെ നിങ്ങൾ കുറേശ്ശെ കൺട്രോൾ ചെയ്യുക. ഇപ്പൊ അറിയണം, ഇന്നറിയണം, ഉടനെ അറിയണം. കാരണം നമ്മളുടെ ആ ഒരു ശീലം മെല്ലെ കുറയുന്നതോടുകൂടി നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ അൺസർട്ടൺ ആയിരുന്നാലും അല്ലെങ്കിൽ അതിന്റെ ഉത്തരം ഞാൻ ഇന്ന് അറിഞ്ഞില്ലെങ്കിലും ഇപ്പൊ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഓക്കെ ആയിരിക്കും. അല്ലാതെ നമുക്ക് അൺസർട്ടനിറ്റി ഒരു രീതിയിലും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, എല്ലാ പ്രശ്നത്തിലും സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം നിങ്ങൾ എത്തി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഒന്നും കാണാത്ത സ്ഥലത്തേക്ക്, ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക്. ബേസിക്കലി അൺസർട്ടനിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഒരു അൺനോണുമായിട്ട് കുറച്ചൊക്കെ കംഫർട്ടബിൾ ആവാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.